ഹായ് എവരി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. 5ാം ക്ലാസ് ബേസിക് സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡൈവേഴ്സ് ഓർഗാനിസത്തിൻ്റെ തേർഡ് പാർട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആദ്യത്തെ 2 പാർട്ടുകളും കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഈ ചാപ്റ്ററിൽ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ഓർഗാനിസംസിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ റെപ്റ്റൈൽസിനെ കുറിച്ച് പറഞ്ഞു, ആംഫിബിയൻസിനെ കുറിച്ച് പറഞ്ഞു, ആൻഡ് മാമൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയിരുന്നു. ഇനി മാമൽസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ തുടങ്ങുന്നത്. ഓക്കെ, സം മാമൽസ് ആർ ഡൊമസ്റ്റിക് അനിമൽസ്. ഫോർ വാട്ട് പർപ്പസ് ഡു വി കീപ് ദം? അപ്പോൾ മാമൽസ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? അതായത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാല് കൊടുത്ത് വളർത്തുന്ന അത്തരത്തിലുള്ള ജീവികളെയാണ് നമ്മൾ മാമൽസ് എന്ന് പറഞ്ഞത്. ആൻഡ് മാമൽസിൻ്റെ പൊതുവായ ചില ക്യാരക്ടറിസ്റ്റിക്സുകളും നമ്മൾ ആ വീഡിയോയിൽ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില മാമൽസുകളെ നമ്മൾ ഡൊമസ്റ്റിക് അനിമൽസായി, വളർത്തു മൃഗങ്ങളായിട്ട് കണക്കാക്കുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഫോർ വാട്ട് പർപ്പസ് ഡു വി കീപ് ദം? നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് വളർത്തു മൃഗങ്ങളെ വളർത്തുന്നത്? എന്താണ് നമ്മൾ അതുകൊണ്ട് നമുക്ക് എന്താണ് അതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്നാണ് പറയുന്നത്. അപ്പോൾ ചില അനിമൽസിനെ നമ്മളിപ്പോൾ കോഴീനെ, അതിനെയൊക്കെ നമ്മൾ ആടിനെയൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് വളർത്തുന്നുണ്ട്? ഫോർ മീറ്റ്, ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്നുണ്ട്. അതേപോലെ നമ്മൾ പറയുകയാണെങ്കിലോ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അല്ലേ? ഫോർ മിൽക്ക്, ഫോർ എഗ്, ദെൻ ഇതൊന്നും അല്ലാതെ തന്നെ നമ്മുടെ ഒരു പെറ്റ്സായിട്ട് അല്ലേ, ഒരു കമ്പാനിയൻഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വളർത്തും. അതേപോലെ ഫോർ പ്രൊട്ടക്ഷൻ പറയാം, നമ്മൾ നായ്ക്കളെയൊക്കെ വളർത്തുന്ന ഒരു പ്രൊട്ടക്ഷനും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അല്ലേ. അതേപോലെ ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്, അതിനൊക്കെ നമ്മൾ ഡൊമസ്റ്റിക് അനിമൽസിനെ വളർത്താറുണ്ട്. ഓക്കെ, ഈവൻ ദോ ഡൊമസ്റ്റിക് അനിമൽസ് ആർ ഹെൽപ്ഫുൾ ടു അസ്, സംടൈംസ് ഹ്യൂമൻ ഗെറ്റ് ഡിസീസസ് ഫ്രം ദം. അപ്പോൾ ചില സമയത്ത് ഈ ഡൊമസ്റ്റിക് അനിമൽസ് നമുക്ക് യൂസ്ഫുൾ ആണെങ്കിലും ചില സമയത്ത് അവരിൽ നിന്ന് പല രോഗങ്ങളും നമ്മളിലേക്ക് പകരാറുണ്ട്. ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് സച്ച് ഡിസീസസ്. അങ്ങനെയുള്ള ചില ഡിസീസുകളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അതിൽ കൊടുത്തിട്ടുണ്ട്, അതാണ് റാബീസ്. റാബീസ് എന്ന് പറഞ്ഞാൽ പേവിഷബാധ. നമ്മൾ കേട്ടിട്ടില്ലേ, പേപ്പട്ടി കടിച്ചു കുറേ ആൾക്കാർക്ക് അസുഖം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് റാബീസ് എന്ന് പറയുന്നത് കേട്ടോ. അതുകൂടാതെ നമുക്ക് വേറെ പറയാം ആന്ത്രാക്സ്. ആന്ത്രാക്സ് എന്ന് പറഞ്ഞാൽ കന്നുകാലികളിൽ നിന്ന്, പശുക്കളിൽ നിന്നൊക്കെ മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രോഗമാണ് ആന്ത്രാക്സ് എന്ന് പറയുന്നത്. അതേപോലെ കാറ്റ് സ്ക്രാച്ച് ഡിസീസ് ഉണ്ട്. ഇങ്ങനെ പിന്നെ ഡയേറിയ, അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ ഡൊമസ്റ്റിക് അനിമൽസിൽ നിന്ന്, വളർത്തുമൃഗങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. ദെൻ വാട്ട് പ്രിക്കോഷൻസ് ഷുഡ് വി ടേക്ക് വൈൽ ഇൻട്രാക്ടിങ് വിത്ത് ഡൊമസ്റ്റിക് അനിമൽസ്? അപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് അനിമൽസിനോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, നമ്മുടെ വളർത്തുമൃഗങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, അതിപ്പം ഡോഗ്സ് ആവാം, ക്യാറ്റ്സ് ആവാം, പലതരത്തിലുള്ള വളർത്തുമൃഗങ്ങളുണ്ട്. ഇനി ചിലപ്പോൾ ബേർഡ്സ് ആവാം, അതേപോലെ കന്നുകാലികളാവാം, അതൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനോടൊക്കെ നമ്മൾ ഇടപഴകുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആദ്യത്തെ ഒരു പോയിന്റ് അതിൽ കൊടുത്തിട്ടുണ്ട്, വാക്സിനേറ്റ് ഡൊമസ്റ്റിക് അനിമൽസ്. ഡൊമസ്റ്റിക് അനിമൽസിന് അതാത് പ്രായത്തിൽ എടുക്കേണ്ട ചില വാക്സിനുകളുണ്ട്. നമ്മൾ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി കുട്ടികൾക്കൊക്കെ വാക്സിൻ എടുക്കില്ലേ, അതേപോലെ മൃഗങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടാവണം. അത് 6 മാസമാണെങ്കിൽ 6 മാസം, അല്ലെങ്കിൽ 1 വർഷത്തിലാണെങ്കിൽ എപ്പോഴാണോ അത് എടുക്കേണ്ടത് അത് കറക്റ്റായിട്ട് ചെയ്യണം. അതേപോലെ നമുക്ക് വേറെ ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കാനുണ്ട്. ചില പോയിന്റ്സ് നമുക്ക് നോക്കാം. നെവർ പ്രൊവോക്ക് അനിമൽസ്. അനിമൽസിനെ എന്ത് ചെയ്യരുത്? ആവശ്യമില്ലാതെ അവരെ പ്രൊവോക്ക് ചെയ്യരുത്, അപ്പോഴാണ് അവർ നമ്മളെ ഉപദ്രവിക്കുക. ദെൻ യൂസ് ഹോൾട്ടേഴ്സ്, ഹോബിൾസ് ഓർ സ്റ്റോക്സ് ടു സെക്യൂർ ലാർജ് അനിമൽസ്. ഇനി കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള അനിമൽസിനെ, ഡേഞ്ചറസ് ആയിട്ടുള്ള തരത്തിലുള്ള അനിമൽസിനെയൊക്കെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഡോഗ്സിനെ നമുക്ക് നമ്മൾ ബെൽറ്റ് ഇടും, അതൊക്കെ ചെയ്യില്ലേ, അതേപോലെ കടിക്കാതിരിക്കാനുള്ള സാധനം, അങ്ങനെയൊക്കെ പല സാധനങ്ങളും അവൈലബിൾ ആണ്. അതൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. ദെൻ ബാത്ത് യുവർ പെറ്റ്സ് റെഗുലർലി. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പെറ്റ്സിനെ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കുളിപ്പിച്ചിട്ട് എപ്പോഴും കൃത്യമായിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് വെക്കണം. അങ്ങനെ വൃത്തിയില്ലാതിരിക്കുമ്പോഴാണ് അതിന് അസുഖങ്ങൾ വരാനും അതുമൂലം നമ്മളിലേക്ക് അത് പകരാനും സാധ്യതയുണ്ടാവുക. അതേപോലെ തന്നെ വാഷ് യുവർ ഹാൻഡ്സ് ആഫ്റ്റർ ഡീലിംഗ് വിത്ത് ദം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പേഴ്സണൽ ഹൈജീനും കൂടി നോക്കണം. അതായത് അനിമൽസുമായിട്ട് നമുക്ക് കോണ്ടാക്റ്റ് വന്നതിന് ശേഷം നമ്മൾ കൈകൾ വൃത്തിയായിട്ട് കഴുകണം, നമ്മുടെ വസ്ത്രങ്ങൾ മാറ്റണമെങ്കിൽ അത് മാറ്റണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ദെൻ ട്രീറ്റ് എനി സൈൻസ് ഓഫ് ഇൽനെസ് പ്രോപ്പർലി. ഇനി വളർത്തു മൃഗങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? മൈൻഡ് ചെയ്യാതിരിക്കാതെ അതിന് കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിക്കോഷൻസ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ദെൻ
ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽ, ബേർഡ്സ് ആൻഡ് മാമൽസ് ഹാവ് സ്പൈൻസ്. അപ്പോൾ നമ്മളിപ്പോൾ പല തരത്തിലുള്ള ജീവികളെക്കുറിച്ച് പറഞ്ഞു. ഫിഷസിനെ കുറിച്ച് സംസാരിച്ചു, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്, അതൊക്കെ പറഞ്ഞു. ഇവരുടെ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ സ്പൈൻസ് ഉണ്ട്, അതായത് നട്ടലുണ്ട്. നട്ടലുള്ള ജീവികളുടെ ഗ്രൂപ്പിലാണ് പൊതുവേ ഈ പറഞ്ഞ ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാവരും വരുന്നത്. ഓക്കെ, അപ്പം ബേസിക്കായിട്ട് നമ്മൾ പലതരത്തിലുള്ള ജീവികളെക്കുറിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ ഇവരെല്ലാവരും വരുന്നത് സ്പൈൻസ് ഉള്ള ജീവികളുടെ ഒരു ഗ്രൂപ്പിലാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് എക്സ്റ്റിങ്ക്റ്റ് ക്രീച്ചേഴ്സ്. അതായത് വംശനാശം സംഭവിച്ചു പോകുന്ന ജീവികൾ, ഇല്ലാതായി പോകുന്ന ജീവികൾ. നമ്മുടെ ഭൂമിയിൽ നിന്ന് മൊത്തത്തിൽ ആ ഒരു ജീവിവർഗം തന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. Many creatures that existed once on Earth have become extinct due to various reasons. The causes of their extinction, such as extreme cold, drought, meteorite fall, epidemics and volcanic eruption, are not under human control. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ഭൂമിയിൽ നിന്ന് ഇത്തരത്തിൽ ചില ജീവികൾ അപ്രത്യക്ഷമായി പോവാറുണ്ട്, മൊത്തത്തിൽ ഇല്ലാതായി പോവാറുണ്ട്. അതിന് ചിലപ്പോൾ എൻവയോൺമെൻറ്റലായിട്ട് തന്നെ ഉള്ള കാരണങ്ങൾ ഉണ്ടാവാം. അതായത് ഇപ്പം എക്സ്ട്രീം ആയിട്ടുള്ള കോൾഡ് വരിക, തണുപ്പ് വരിക, അതേപോലെ വരൾച്ച വരിക. മെറ്റീരിയറൈറ്റ് ഫോൾ എന്ന് പറഞ്ഞാൽ ഉൽക്ക വന്ന് പതിച്ചിട്ട് അവിടെ സംഭവിക്കുന്നത്. അതേപോലെ എന്തെങ്കിലും രോഗം, എപ്പിഡമിക്സ് വരുന്നത്, വോൾക്കാനിക് ഇറപ്ഷൻ, അതായത് നമ്മുടെ അഗ്നിപർവ്വത സ്ഫോടനം. ഇതൊന്നും നമ്മുടെ മനുഷ്യന്മാരുടെ കൺട്രോളിലുള്ള കാര്യമല്ല, അല്ലേ? അതൊക്കെ നാച്ചുറലായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. However, by destroying their habitats, humans also play a major role in the extinction of creatures. പക്ഷേ അവരുടെ അത്തരത്തിലുള്ള ജീവികളെ, ചില ജീവികൾ ജീവിക്കുന്ന അവരുടെ ചുറ്റുപാട്, അവരുടെ ആവാസ വ്യവസ്ഥ തകർത്തുകൊണ്ട് മനുഷ്യന്മാർ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും എന്ത് സംഭവിക്കാറുണ്ട്? ഇത്തരത്തിലുള്ള ജീവികൾ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോവാറുണ്ട്. അപ്പോൾ മനുഷ്യന്മാർക്കും അതിലൊരു മേജർ റോളുണ്ട്. വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ഡിസ്ട്രോയ് ദ ലിവിങ് കണ്ടീഷൻസ് ഓഫ് ക്രീച്ചേഴ്സ്? അപ്പോൾ മനുഷ്യന്മാരുടെ കയ്യിലുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇതിന് കാരണമാകുന്നത്? ജീവികളുടെ ഹാബിറ്റാറ്റ്, അവരുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനെന്തൊക്കെ നമുക്ക് എഴുതാം? ഡീഫോറസ്റ്റേഷൻ, പൊല്യൂഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, ഓവർ പോപ്പുലേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഇതെല്ലാം എന്തിന് കാരണമാണ്? ഹ്യൂമൻ ആക്ടിവിറ്റീസാണ് ലിവിങ് കണ്ടീഷൻസ് ഓഫ് ക്രീച്ചേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കാട് വെട്ടി നശിപ്പിക്കുന്നത്, അതേപോലെ പലതരത്തിലുള്ള പൊല്യൂഷൻസ്, അതേപോലെ ക്ലൈമറ്റ് ചേഞ്ച്. പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ചും ജീവികളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. അതേപോലെ ഓവർ പോപ്പുലേഷൻ, ഇപ്പോൾ മനുഷ്യന്മാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച്, പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നേച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും കൂടും. അപ്പോൾ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ നടക്കും. അതായത് ഇപ്പം ഓവറായിട്ടുള്ള ഫിഷിങ് തന്നെ എന്തിന് കാരണമാകും? ആ ഒരു ഏരിയയിലുള്ള, ആ ഒരു ഭാഗത്തുള്ള അല്ലെങ്കിൽ കടലിലുള്ള ഫിഷിൻ്റെ എണ്ണം മൊത്തത്തിൽ കുറയാൻ കാരണമാകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകുന്ന ഫിഷുകൾ ഉണ്ടായിന്ന് വരാമല്ലോ. ഇങ്ങനെ ജീവികൾ എക്സ്റ്റിങ്ക്റ്റ് ആയി പോണേൽ നാച്ചുറലായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ കൂടി മനുഷ്യന്മാരുടെ ആക്ടിവിറ്റീസാണ് അതിന് പ്രധാന കാരണമായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ restoration of habitat is our responsibility. What could be done for this? Present your suggestions. അപ്പോൾ അത് നമ്മൾ മൂലമാണ് ഇതിന് പ്രധാന കാരണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് മാറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹാബിറ്റാറ്റ്സ്, ജീവികളുടെ ആവാസ വ്യവസ്ഥ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? പ്ലാന്റ് ട്രീസ്, റെഡ്യൂസിങ് വേസ്റ്റ്, കൺസേർവിങ് വാട്ടർ, ദെൻ പ്രൊട്ടക്റ്റ് വൈൽഡ് ലൈഫ്, സ്പ്രെഡ് അവെയർനെസ്. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പ്രധാനമായും വൈൽഡ് ലൈഫ് സംരക്ഷിക്കുക, അല്ലേ? അതുപോലെ കാടുകളെ സംരക്ഷിക്കുക, അതിന് വേണ്ടിയിട്ട് ചെടികൾ വെച്ച് പിടിപ്പിക്കുക. പിന്നെ ഈ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റ് കുറയ്ക്കാം, അങ്ങനെ വാട്ടർ സംരക്ഷിക്കാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുപോലെ സ്പ്രെഡ് അവെയർനെസ്, ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ദെൻ താഴെ കുറച്ച് അനിമൽസിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഗെറ്റ് ഫെമിലിയർ വിത്ത് സം ഓഫ് ദ എൻഡേഞ്ചേർഡ് ക്രീച്ചേഴ്സ് ഓഫ് കേരള. ഫൈൻഡ് മോർ എക്സാമ്പിൾസ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എൻഡേഞ്ചേർഡ് ആയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ജീവികളുടെ ഫോട്ടോസാണിത്. എൻഡേഞ്ചേർഡ് ആയിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ പണ്ട് കോമൺ ആയിട്ട് ഉണ്ടാവുകയും എന്നാൽ ഇപ്പോൾ കാണാനില്ലാത്തതും വളരെ പേരിന് മാത്രമുള്ളതും അല്ലെങ്കിൽ കാണാതായിട്ടുള്ളതുമായ ചില ജീവികൾ തന്നെയാണ് നമ്മൾ എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള 2-3 ജീവികളുടെ പേരാണ് ടൈഗർ, സ്പൈഡർ, ഫംഗോയിഡ് ഫ്രോഗ് ആൻഡ് ഇന്ത്യൻ പാങ്കോലിൻ.
അതായത് ടൈഗർ സ്പൈഡർ എന്ന് വെച്ചാൽ കടുവ ചിലന്തി, അതേപോലെ ഫംഗോയിഡ് ഫ്രോഗ് എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് ഫ്രോഗാണ്. അത് മണവാട്ടി തവള എന്നൊക്കെ മലയാളത്തിൽ പറയും. പിന്നെ ഇന്ത്യൻ പാങ്കോലിൻ എന്ന് വെച്ചാൽ അത് ഈനാമ്പേച്ചി എന്ന് പറയുന്ന ജീവിയാണ് കേട്ടോ. അപ്പോൾ ഇതിനെയൊക്കെ പണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്നു അത്ര, കോമൺ ആയിട്ട് ഉണ്ടായിരുന്നതാണ്. എന്നാലോ ഇപ്പോൾ അങ്ങനെ കാണാനില്ല, അതുകൊണ്ടാണ് അതിന് എൻഡേഞ്ചേർഡ് എന്ന് പറയുന്നത്. ഇനിയും ഇത് കൂടാതെ വേറെ അനിമൽസ് ഉണ്ട് ഇതുപോലെ എൻഡേഞ്ചേർഡ് ആയിട്ട് കേരളത്തിലുള്ളത്. അതിന് എക്സാമ്പിൾസ് ആണ് ബ്ലൈൻഡ് സ്നേക്ക്, സ്ലെൻഡർ ലോറിസ്, ബാരൻ ഓൾ, ദെൻ സ്റ്റാർ ടോർട്ടോയ്സ്, ഒട്ടേഴ്സ്. ഇതൊക്കെ എൻഡേഞ്ചേർഡ് സ്പീഷീസ്, എൻഡേഞ്ചേർഡ് ക്രീച്ചേഴ്സിന് എക്സാമ്പിളാണ് കേട്ടോ. ബ്ലൈൻഡ് സ്നേക്കിനെ കുറിച്ചൊക്കെ നമ്മളിനി താഴെ പറയുന്നുണ്ട്. സ്ലെൻഡർ ലോറിസ് എന്ന് പറഞ്ഞാൽ കുട്ടിത്തേവാങ്ക് എന്ന് മലയാളത്തിൽ പറയുന്ന ഒരു ജീവിയുണ്ട്. അത് പണ്ടുണ്ടായിരുന്നു, ഇപ്പം വളരെ റെയർ ആയിട്ടുള്ള ഇതാണ്. ബാരൻ ഓൾ പിന്നെ വെള്ളിമൂങ്ങ കേട്ടോ. ഒട്ടേഴ്സ് നമ്മൾ പറഞ്ഞു, നീർനായ, സ്റ്റാർ ടോർട്ടോയ്സും നക്ഷത്രയാമ, അതിനെക്കുറിച്ച് നമ്മൾ ഇതിൻ്റെ താഴെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എൻഡേഞ്ചേർഡ് ക്രീച്ചേഴ്സിന് എക്സാമ്പിളാണ്. ദെൻ നോക്കൂ, ക്രീച്ചേഴ്സ് ആൻഡ് സൂപ്പർസ്റ്റിഷ്യൻസ്. സൂപ്പർസ്റ്റിഷ്യൻസ് എന്ന് വെച്ചാൽ അന്ധവിശ്വാസങ്ങൾ, അതായത് ജീവികളെ ചുറ്റിപ്പറ്റി നമ്മുടെ നാട്ടിൽ ചില അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ജീവികൾക്ക് എന്തായിട്ട് വരുന്നുണ്ട്, ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ദെൻ അതിൽ നോക്കൂ, ബാരൻ ഓൾ നോക്കൂ, വെള്ളിമൂങ്ങ, അതുപോലെ വെസ്റ്റേൺ ബ്ലൈൻഡ് സ്നേക്ക്, ഇരുതല മൂരി എന്ന് പറയും. അതേപോലെ നമ്മൾ ബ്ലൈൻഡ് സ്നേക്കിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ, അതിൽ പെടുന്നതാണ് ഈ ജീവി കേട്ടോ. ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സ്, നക്ഷത്രയാമ, അതിൻ്റെ ആ പുറത്തുള്ള ആ ഒരു കവറിങ്ങിൽ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് വരുന്നുണ്ട്. അതുപോലെ സെർപ്പൻറ്റ്, സർപ്പം ഇല്ലേ. അപ്പോൾ ഈ ജീവികളെക്കുറിച്ചൊക്കെ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിന് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഭാഗ്യമാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിലയ്ക്ക് ആൾക്കാരെ പറ്റിച്ചിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, കച്ചവടം നടത്തുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ ഐശ്വര്യം വരുന്നു, അങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത് ആൾക്കാർ വലിയ വില കൊടുത്തിട്ട് ഇത്തരം ജീവികളെ വാങ്ങുകയും അതിനെ സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. There are many misconceptions about these creatures. What problems do such misconceptions create? അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻസ്, അതായത് ഇത് പറ്റിക്കുകയാണ്, ഇതൊരു ലോബി പോലെയാണ് അല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള പറ്റിക്കലുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ജീവികളെ വെച്ചിട്ട്. അതായത് എൻ്റെ കയ്യിൽ വെള്ളിമൂങ്ങയുണ്ട്, അത് നിങ്ങൾക്ക് തരണമെങ്കിൽ ഇത്ര ലക്ഷം രൂപ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്തോ ഒരു ഭാഗ്യം കൊണ്ടുവരുന്ന ജീവി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വലിയ വിലയ്ക്ക്, അനാവശ്യമായിട്ട് വലിയ വിലയ്ക്ക് വാങ്ങിക്കുന്നു. അപ്പോൾ അതൊരു ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷനാണ്. അതേപോലെ തന്നെ അത് ഈ ജീവികളെയും ബാധിക്കുന്നുണ്ട്, എക്സ്റ്റിങ്ഷൻ ഓഫ് ക്രീച്ചേഴ്സ്. അപ്പോൾ ഇതിൻ്റെ സ്വന്തമായ ആവാസ വ്യവസ്ഥയിൽ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല, ആൾക്കാർ അതിനെ പിടിക്കുന്നു. കാരണം ഇതിന് വലിയ വില കിട്ടുന്ന വെച്ചാൽ ആൾക്കാർ ഇതിനെ വേട്ടയാടി പിടിക്കുന്നു. അപ്പോൾ അതെന്ത് ചെയ്യാണ്, ആ ജീവികളുടെ നിലനിൽപ്പിന് ബാധകമാവും, അതില്ലാതെ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ഹ്യൂമൻ ലൈഫ്, അതായത് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളും അതേപോലെ ആവശ്യമില്ലാത്ത ചെയ്തികളൊക്കെ കാരണം അത് നമ്മുടെ തന്നെ ജീവനും നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ പ്രശ്നമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കമൻറ്റ് സെക്ഷനിൽ. അപ്പോൾ നമുക്ക് ലെറ്റസ് അസസ്സിലെ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നോക്കിയിട്ട് വീഡിയോ നിർത്താം. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണുള്ളത് നോക്കിയാലോ. ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, വിച്ച് ഓൾ ക്രീച്ചേഴ്സ് ദാറ്റ് ഹാവ് ദ ഫോളോവിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഫൗണ്ട് അറൗണ്ട് യു. അപ്പോൾ ഇതിൽ കുറച്ച് ടൈപ്പ് ഓഫ് ക്രീച്ചേഴ്സിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം കേട്ടോ. അതായത് ഫസ്റ്റത്തെ എന്താ, വേൾഡ് ഓഫ് ക്രീച്ചേഴ്സ്. അതിൽ ഡു നോട്ട് ഹാവ് സ്കെയിൽസ്, ഹാവ് മോയ്സ്റ്റ് സ്കിൻ, ലീവ് ഓൺ ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ. അപ്പോൾ ഈ പ്രത്യേകതകളൊക്കെ ഉള്ള, അതായത് സ്കെയിൽസ് ഒന്നുമില്ല, മോയ്സ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്, കരയിലും ജലത്തിലും ജീവിക്കുക. അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ആരെക്കുറിച്ചാണ് പറയുന്നത്, ആംഫീബിയൻസിനെ കുറിച്ചിട്ടാണ് അല്ലേ. ദെൻ അപ്പോൾ നമുക്ക് ആംഫീബിയൻസിൽ ഏതിന് വേണമെങ്കിലും എക്സാമ്പിൾസ് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞാലോ, ലിവ് ഇൻ വാട്ടർ, ഹാവ് സ്കെയിൽസ്, ഹാവ് ഫിൻസ് ദാറ്റ് ഹെൽപ്പ് ദം ടു മൂവ് ഇൻ വാട്ടർ. അതാരാണ്, ഫിഷസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. അതായത് വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്ന ഫിൻസ് ഉണ്ട്, അതേപോലെ ബോഡിയിൽ സ്കിന്നിൽ സ്കെയിൽസ് ഉണ്ട്, ചെതുമ്പലുകളുണ്ട്, വെള്ളത്തിൽ ജീവിക്കുന്നു. ദെൻ മൂന്നാമതാണെങ്കിലോ, ഹാവ് സ്കെയിൽസ് ഓൺ ലെഗ്സ്, ഹാവ് ഫെതേഴ്സ്, ക്യാൻ ഫ്ലൈ. അതാരാ, ചിറകുകളും ഫെതേഴ്സും ഒക്കെ ഉള്ളത് ആർക്കാണ്, ബേർഡ്സിനാണ്. ദെൻ they have body parts such as head, chest, stomach, etc. have 6 legs, antennae and exoskeleton. ഇത് ഏത് ജീവികളെ കുറിച്ചാണ് പറയുന്നത്, ഇൻസെക്ട്സിനെ കുറിച്ച്.
പിന്നെ ലാസ്റ്റ് വൺ, ഹാവ് പിന്നെ ഫീഡ് മിൽക്ക് ടു ദെയർ യങ് വൺസ്. ആർക്കാണ്? പുറത്തേക്ക് ചെവിക്കൂടെയുള്ളതും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് വളർത്തുന്നതും ഏത് അനിമൽസാണ്? അത് മാമൽസ് ആണ്. അത് ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. You have studied the characteristics of fishes, amphibians and reptiles. Compare these creatures based on the following characteristics. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടേബിളാണ്. ഇത് എഴുതിയെടുത്തിട്ട് വൃത്തിയായിട്ട് പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ടേബിൾ ഞാനിവിടെ കൊടുക്കാം. അതിനനുസരിച്ച് നോക്കൂ. ഫിഷിൻ്റെ ആണെങ്കിൽ സ്കിൻ എങ്ങനെയാണ്? പ്രൊട്ടക്റ്റഡ് ബൈ സ്കെയിൽസ് ആണ്. ആൻഡ് ബ്രീത്തിങ്ങിന് വേണ്ടിയുള്ള ഓർഗൻ എന്താണ്? അവർക്ക് ഗിൽസ് ആണ്. ഹാബിറ്റാറ്റ് വാട്ടറിൽ ജീവിക്കുന്നു. എഗ്സ് ആൻഡ് ഓഫ് സ്പ്രിങ്സ് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്? ഹാച്ച്ഡ് ഫ്രം എഗ്സ്, മുട്ട വിരിഞ്ഞിട്ടാണ് ഉണ്ടാവുന്നത് അല്ലേ. അതേപോലെ ആംഫിബിയൻസിൻ്റെ നോക്കുകയാണെങ്കിലോ അവരുടെ സ്കിൻ മോയിസ്റ്റ് ആയിരിക്കും, സ്മൂത്ത് ആയിരിക്കും, നനവുള്ളതും ഇങ്ങനെ വഴുവഴുപ്പുള്ളതുമാണ് ഏതിൻ്റെ? ആംഫിബിയൻസിൻ്റെ. അപ്പോൾ ബ്രീത്തിങ് ആണെങ്കിലോ ലങ്സും ഉണ്ട് സ്കിന്നും ഉണ്ട്. അതായത് കരയിലാണെങ്കിൽ അവർക്ക് ലങ്സിലൂടെയും സ്കിന്നിലൂടെയും ശ്വസിക്കാം. അതേപോലെ ഗിൽസും ഉണ്ട്. അതായത് ലാർവൽ സ്റ്റേജിൽ നമ്മൾ ഫ്രോഗിൻ്റെയൊക്കെ പറഞ്ഞിരുന്നു, ലാർവൽ സ്റ്റേജിൽ എന്തുണ്ട്? ഗിൽസും ഉണ്ട്. അതേപോലെ ഹാബിറ്റാറ്റ് ലാൻഡ് ആൻഡ് വാട്ടർ ആണ്. ഓഫ് സ്പ്രിങ് നേരത്തെ പോലെ തന്നെ എങ്ങനെയാണ്? ഹാച്ച്ഡ് ഫ്രം എഗ്സ് ആണ്. അത് കഴിഞ്ഞാൽ റെപ്റ്റൈലിൻ്റെ പറയുകയാണെങ്കിലോ റെപ്റ്റൈലിൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഡ്രൈ ആൻഡ് സ്കെയിലി ആണ്. ഡ്രൈ ആയിരിക്കും റെപ്റ്റൈലിൻ്റെ അല്ലേ. ഇനിയും ബ്രീത്തിങ് ലങ്സിലൂടെയാണ്. ഹാബിറ്റാറ്റ് ലാൻഡ് ആണ്. അതുപോലെ അതും എങ്ങനെ തന്നെയാണ്? എഗ്സിൽ നിന്ന് തന്നെയാണ് ഓഫ് സ്പ്രിങ്സ് ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യനും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. അതൊരു ക്രോസ് വേർഡ് പസിലാണ്. പസിൽ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, നിങ്ങൾ എഴുതി കംപ്ലീറ്റ് ചെയ്താൽ മതി. ഞാൻ ആൻസർ ക്വസ്റ്റ്യൻ്റെ അടുത്ത് തന്നെ ഇടാം. ഓക്കെ, സോ റൈറ്റിലേക്ക് എഴുതുമ്പം ഫസ്റ്റിലത്തെ ഏതാണ്? എ ബട്ടർഫ്ലൈ ഫൗണ്ട് ഇൻ അവർ ഏരിയ. അപ്പോൾ അത് വി വെച്ചിട്ടാണ് അതിൽ തുടങ്ങണത്. സോ ഇറ്റ് ഈസ് വിലാസിനി. പിന്നെ എ നൊക്ടേണൽ ബേർഡ്, 5ന്ന് റൈറ്റിലേക്ക് എ നൊക്ടേണൽ ബേർഡാണ്. അതെന്ന് പറയുന്നത് രാത്രി കൂടുതലായിട്ടും കാണുന്ന ഒരു ബേർഡിൻ്റെ പേര് ബാരൻ ഓളാണ്. അതാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ളത്, ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ആഹെന്ന് തുടങ്ങുന്നത് എ ഫ്രഷ് വാട്ടർ മാമലാണ്. ഫ്രഷ് വാട്ടറിലുള്ള മാമൽ ഒട്ടേർ പറയാം, നീർനായ കേട്ടോ. അതാണ് അവിടെ കറക്റ്റ് ആവുക. പിന്നെ താഴത്തേക്കുള്ളതിൽ ആൻ ആംഫിബിയൻ ദാറ്റ് ലുക്സ് ലൈക്ക് ആൻ എർത്ത് വേം ഓർ എ സ്നേക്ക്. അത് ഏതാണ്? സീസിലിയൻ ആണ് അല്ലേ. അത് സീസിലിയൻ ആണ്. ദെൻ മൂന്നാമത്തെ ദ കാറ്റഗറി ഓഫ് ക്രീച്ചേഴ്സ് വിച്ച് ലിസാർഡ്, സ്നേക്സ് ആൻഡ് ടോട്ടോയ്സ് ബിലോങ്സ് ടു. ഇതൊക്കെ ഏതിലുള്ളതാണ്? അത് റെപ്റ്റൈൽസിലാണ്. ദെൻ ദ ലാർവേ ഓഫ് ആൻ ഇൻസെക്റ്റ്, അവിടെ കറക്റ്റായിട്ടുള്ളത് ആൻറ്റ്ലിയോൺ ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആണല്ലോ. സോ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. 3 പാർട്ടായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുമ്പുള്ള പാർട്ടുകൾ കാണാത്തവരുണ്ടെങ്കിൽ ആ പാർട്ടുകളും കൂടി കാണാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾക്ക് കമൻസിൽ അറിയിക്കാം. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും പറയാവുന്നതാണ്. ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വരാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.